ഇന്ന് കർക്കിടക മാസത്തിന്റെ 11ാമത്തെ ദിവസമാണ്. ഹൈന്ദവ ജനത ആചാര പ്രാധാന്യത്തോടെ കർക്കിടക മാസം ഇക്കുറിയും ആചരിക്കുകയാണ്. രാമായണ പാരായണം, ക്ഷേത്ര ദർശനം, കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ വളരെ സന്തോഷത്തോടെ ഹൈന്ദവ ജനത ആചരിക്കുന്നത്. അക്കൂട്ടത്തിൽ ദശപുഷ്പങ്ങൾക്കുള്ള പ്രാധാന്യമാണ് വിശദീകരിക്കുന്നത്. ഈ പുണ്യനാളുകളിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ദശപുഷ്പങ്ങൾ. ഔഷധമൂല്യമുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ സുലഭമായി ലഭിച്ചിരുന്ന 10 നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് പറയാം. വിഷ്ണുക്രാന്തി, കറുക, മുയൽച്ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുരുന്നില, മുക്കൂറ്റി, ഉഴിഞ്ഞ, ഇതാണ് ദശപുഷ്പങ്ങൾ. ഓരോ ചെടിക്കും ഔഷധ ഗുണങ്ങളേറെയാണ്. ഇവ കർക്കിടക ചികിത്സയ്ക്കായി കൂടുതലായും ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇലകൾക്കാണ് ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല പല മംഗള കർമ്മങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഹൈന്ദവ സ്ത്രീകൾ തലയിൽ ചൂടാനും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്നാണ് വിശ്വാസം. കർക്കിടക കഞ്ഞിയിലും ദശപുഷ്പങ്ങൾ ഇടുന്ന പതിവുണ്ട്. വിഷ്ണു ഭഗവാന്റെ കാൽ എന്നർത്ഥം വരുന്ന വിഷ്ണുക്രാന്തി ഗർഭധാരണ ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഉദരരോഗങ്ങൾക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തിക്കും ഇവ ഉപയോഗിക്കുന്നു. നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കറുകനീര് ഉപയോഗിക്കാറുണ്ട്. തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ചെന്നിക്കുത്ത്, പനി തുടങ്ങിയ രോഗങ്ങൾക്ക് മുയൽ ചെവിയൻ സാധാരണയായി ഉപയോഗിക്കുന്നു. ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ് തിരുതാളി. തിരുതാളിക്ക് ചെറുതാളി എന്നും പേരുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യത, ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നു. പിത്തരോഗങ്ങൾക്കും തിരുതാളി മരുന്നാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ചെറുള. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദമായ മരുന്നാണ്. രക്തസ്രാവത്തിനും കൃമിശല്യം, മൂത്രക്കല്ല് ഇതൊക്കെ പരിഹരിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. മഞ്ഞപ്പിത്തം ഇല്ലാതാക്കാൻ നിലപ്പനയുടെ കിഴങ്ങരച്ച് പാലിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും വേദന, അമിത രക്തസ്രാവം മുതലായവയ്ക്കും ഇത് പ്രതിവിധിയാണ്. വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് കയ്യോന്നി. ഇതിനെ കഞ്ഞുണ്ണി എന്നും അറിയപ്പെടുന്നു. മുടി വളരാനും കാഴ്ചശക്തിക്കും നല്ലതാണ്. മാത്രമല്ല കഫരോഗ ശമനത്തിനും കരളിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ ചികിത്സയിലും നാട്ടുവൈദ്യത്തിലും വളരെ പ്രാധാന്യമുള്ള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാങ്കുരുന്തൽ. പനി, മലമ്പനി, അർശസ്, തേൾ വിഷം എന്നിവയ്ക്കും നേത്ര ചികിത്സയ്ക്കും ഇവ ഉപയോഗിക്കാറുണ്ട്. മുക്കൂറ്റി മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ചെടിയാണ്. വാദപിത്ത ദോഷങ്ങൾക്കും പനി, ചുമ, അതിസാരം, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഇതിനെല്ലാം മുക്കൂറ്റി ഉപയോഗിക്കാറുണ്ട്. ഇതിന് അണുനാശന സ്വഭാവമുണ്ട്. രക്തപ്രവാഹം തടയാനുള്ള കഴിവുണ്ട്. അൾസറിനും മുറിവുകൾക്കും ഇത് ഔഷധമാണ്. ഇവ വിഷഹാരിയായും ഉപയോഗിച്ചു വരുന്നുണ്ട്. മുടി കൊഴിച്ചിൽ, നീര്, വാദം, പനി എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ദശപുഷ്പങ്ങളിൽ ഓരോന്നിനും ഓരോ ദേവതാ സങ്കല്പങ്ങളുമുണ്ട്. പൂജാകർമ്മങ്ങൾക്കും മാല കെട്ടുന്നതിനും ബലികർമ്മങ്ങളിലും ഉപയോഗിക്കുന്നു. ആയുർവേദ ചികിത്സയിലും കർക്കിടക മാസത്തിലും ദശപുഷ്പങ്ങൾ മുൻപന്തിയിലാണ്. കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നവയാണ് ദശപുഷ്പങ്ങൾ. ശരീരത്തിൽ അനുകൂല ഊർജ്ജങ്ങൾ പ്രസരിപ്പിക്കും എന്നതിനാലാണ് ദശപുഷ്പങ്ങൾ ധരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അലർജി, മൈഗ്രെയിൻ, മാനസിക സംഘർഷം എന്നിവയ്ക്ക് ദശപുഷ്പാദി ഗുളിക നല്ലതാണ്. മത്സ്യം കുത്തിയാൽ ഉണ്ടാകുന്ന വേദനയ്ക്കും വിഷത്തിനും ദശപുഷ്പാദി തൈലം പുരട്ടാം. എലി കടിച്ചാൽ ദശപുഷ്പം പാലിൽ വേവിച്ച് പുറമേ തേച്ചാൽ മതി. വീട്ടുമുറ്റത്ത് ഇവ നട്ടു നനയ്ക്കുന്നതാണ് നല്ലത്. രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലാണ് ആയുർവേദത്തിന്റെ പ്രാധാന്യം. കർക്കിടകം അതിന് ഏറ്റവും അനുയോജ്യമായ കാലമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.